പഴയ രീതിയിലുള്ള അലൂമിനിയം GA മെഷിനെ കുറിച്ച് പലർക്കും അറിയാം. എന്നാൽ അതിൽ നിന്നും വ്യത്യസ്തമായി കേരളത്തിൽ ആദ്യമായി എഞ്ചിനീയറിംഗ് എക്സ്പാൻഡഡ് മെഷ് ഇന്റീരിയറിനും എക്സ്റ്റീരിയറിനും സൈഡ് കവറിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന മെറ്റീരിയൽ. വെൽക്കം ടു Ashton'Concepts. പുതിയ കാലഘട്ടത്തിനനുസരിച്ച് ഇന്റീരിയറിനും എക്സ്റ്റീരിയറിനും ഗ്രിൽ കവറിങ്ങിന് വേണ്ടി നൂതന സാങ്കേതിക രീതിയിൽ ഡിസൈൻ ചെയ്തെടുത്ത പുതിയ എക്സ്പാൻഡഡ് മെഷ്. ഈ മെഷ് കണ്ണൂർ കൂത്തുപറമ്പിൽ പ്രവർത്തനം ആരംഭിച്ച സ്ഥാപനം. ഈ മെഷ് എന്ന സ്ഥാപനത്തിനെ കുറിച്ച് കൂടുതൽ അറിയാൻ ഈ മെഷിന്റെ CEO സുഹൈൽ പറയും. എൻ്റെ പേര് സുഹൈൽ എന്നാണ്. ഈ മെഷ് മെറ്റൽ മാനുഫാക്ചറിന്റെ ഓണറാണ്. ഞാൻ 25 വർഷമായിട്ട് UAEയിലും മിഡിൽ ഈസ്റ്റുമായിട്ട് എക്സ്പീരിയൻസ് ഉണ്ട്. നമ്മൾ ഈ കമ്പനി 25 വർഷമായിട്ട് GCC കംപ്ലീറ്റ് നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ട്. സൗദി, ഖത്തർ, എല്ലാ സ്ഥലത്തും. കഴിഞ്ഞ 8 വർഷമായിട്ട് നമ്മളൊരു പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. നമ്മളെപ്പോഴും ഒരു പുതിയ പ്രോഡക്റ്റുമായിട്ടാണ് നമ്മൾ വരുന്നത്. ഇപ്പോൾ കഴിഞ്ഞ 8 years ആയിട്ട് ഒരു നല്ല അടിപൊളി പ്രോഡക്റ്റ് ആയിട്ടാണ് വന്നത്. അത് നമ്മളെല്ലാ GCCയിൽ എല്ലായിടത്തും സപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു ഐഡിയ തോന്നി നാട്ടിലൊരു കമ്പനി തുടങ്ങിയാലോ, നാട്ടിലത് ലോഞ്ച് ചെയ്താലോ. അപ്പോൾ അങ്ങനെ നമ്മളൊരു പ്ലാൻ ചെയ്തിട്ട് നാട്ടിൽ നമ്മൾ UAE വലിയൊരു യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, കണ്ണൂർ കൂത്തുപറമ്പ്. ആ ഒരു പ്രോഡക്റ്റാണ് നമ്മളിപ്പോൾ കൊച്ചി എക്സിബിഷനിൽ വെച്ചിട്ട് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. കണ്ടുമടുത്ത പഴയ രീതിയിലുള്ള ഗ്രില്ലുകളും മെഷുകൾക്കും പകരം പുതിയ രീതിയിലുള്ള എക്സ്പാൻഡഡ് മെഷ്. കൊമേഴ്ഷ്യൽ ബിൽഡിങ്ങിന്റെ ഫ്രണ്ട് എലിവേഷൻ, വീടുകളിലെ ബാൽക്കണി, സിറ്റ് ഔട്ട്, വർക്ക് ഏരിയ, ഇവിടെയെല്ലാം ഇത് ഉപയോഗിക്കാവുന്നതാണ്. ഇതെന്താണ്, എക്സ്റ്റീരിയറിൽ ഉപയോഗിക്കുന്ന ഒരു മെറ്റീരിയൽ ആണ്. ഇത് ഇന്റീരിയറിൽ ഉപയോഗിക്കാൻ പറ്റുമോ? എക്സ്റ്റീരിയറിലും ഇന്റീരിയറിലും എവിടെ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. ബട്ട് ഓരോ പർപ്പസിന് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെതായിട്ടൊരു ക്വാളിറ്റി പൗഡർ കോട്ടിംഗ് ഉണ്ട്, ലോങ് ലാസ്റ്റിംഗ്. എക്സ്റ്റീരിയറിലാണെങ്കിൽ അത് വേറെ ടൈപ്പ് ഓഫ് പൗഡർ കോട്ടിങ്, ഇന്റീരിയറിലാണെങ്കിൽ വേറെ ടൈപ്പ് പൗഡർ കോട്ടിങ്, ഇങ്ങനെയാണ് വരുന്നത്. ബട്ട് നമുക്ക് എവിടെ യൂസ് ചെയ്താലും വാറണ്ടി നമുക്കൊരു 20 years വാറണ്ടി കൊടുക്കാം. ഇതിൽ റസ്റ്റിംഗ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അതിൽ 100% നമുക്ക് കമ്പനി ബൈ റൈറ്റിംഗിൽ ഗ്യാരണ്ടി കൊടുക്കാൻ പറ്റും. ഈ ഒരു പ്രോഡക്റ്റ് നമ്മളെ ഓൺ പ്രോഡക്റ്റ്. ഡിസൈനിലെ ആകർഷണത മാത്രമല്ല, സുരക്ഷയുടെ കാര്യത്തിലും ഉറപ്പിന്റെ കാര്യത്തിലും കമ്പനി ഗ്യാരണ്ടി നൽകുന്നു. ഇതെന്ത് മെറ്റീരിയൽ ആണ്? ഇത് ഒരു മാറ്റ് ഫിനിഷിംഗ് ആയിട്ടാണ് തോന്നുന്നത്. അതിന് പറയാമോ? സെയിം തന്നെയാണ്, ഡിസൈൻ വേറൊരു ഡിസൈനാണ്. ബട്ട് ഇതൊരു സ്പെഷ്യൽ ബ്രാസ് കോട്ടിംഗ് ആണ്. ഇതൊരു മാറ്റ് ഫിനിഷ്, ഒരു 90% മാറ്റ് ഫിനിഷ് ക്വാളിറ്റിയാണ് വരുന്നത്. ബട്ട് ഈ ഒരു ക്വാളിറ്റിയിൽ നമുക്ക് എക്സ്റ്റീരിയൽ ചെയ്യുവാണെങ്കിൽ നമുക്കൊരു 20 വർഷം ഇതേ ഫിനിഷിങ്ങിൽ നമുക്ക് കിട്ടും. ഗ്ലോസി ആകുമ്പോൾ ഒരു 10 വർഷം കഴിയുമ്പോൾ നമുക്ക് ചെറിയൊരു കളർ, ചെറിയൊരു ഗ്ലോസി, ചെറിയൊരു ഫെയ്ഡും. അതിനാണ് നമ്മൾ മാറ്റ് ഫിനിഷ് കൂടുതലും പ്രിഫർ ചെയ്യുന്നത്. മാറ്റ് ഫിനിഷ് ആകുമ്പോൾ നമുക്ക് ലോങ് ലാസ്റ്റിംഗ് ആണ്. ഇത് എക്സ്റ്റീരിയലും ഇന്റീരിയലും ഫ്രണ്ട് എലിവേഷനും എല്ലാം വരുന്നത്. ഇപ്പം നമ്മളിപ്പോൾ കഴിഞ്ഞ ഒരു 4-5 വർഷമായിട്ട് റെസിഡൻഷ്യൽ ഏരിയയിലും ചെയ്യുന്നുണ്ട്. അതാണ് നമ്മൾ ഈ കേരളത്തിൽ വന്ന് സ്റ്റാർട്ട് ചെയ്യാനുള്ള മെയിൻ റീസൺ. കാരണം ഇത് കേരളത്തിലുള്ള പല ആൾക്കാരും പുതിയ ഡിസൈൻസ് എക്സ്പെക്ട് ചെയ്ത് നിൽക്കുന്നുണ്ട്. അത് നമ്മൾ വാച്ച് ചെയ്ത് നോട്ട് ചെയ്ത് യൂട്യൂബിലും പല ഇതിലും കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഈ കേരളത്തിൽ ഒരു സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളതിൽ നമ്മൾ പുതിയൊരു പ്രോഡക്റ്റ് ആയിട്ട് അങ്ങനെ കൊണ്ടുവന്നത്. ഇതൊരു ഗ്ലോസി ഫിനിഷിംഗ് എങ്ങനെയാണ് അതിന്റെ? ഇത് പ്രോഡക്റ്റ് എല്ലാം സെയിം തന്നെയാണ്, ഡിസൈൻ മാറ്റുണ്ട്. അതുപോലെ ഇത് ഓരോ ഡിസൈനും ഓരോ പേരുണ്ട്. നമ്മൾ വേറെ പേര്. ഏറ്റവും കൂടുതൽ എല്ലാവരും എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ഗ്ലോസി ഫിനിഷാണ്. അതുകൊണ്ട് ആ ഗ്ലോസി മാക്സിമം 100% മേലെ വരുന്ന ഒരു ക്വാളിറ്റിയാണ് ഇത്. അതുകൊണ്ടാണ് ഇത് ഇത്രയും ഒരു ഷൈനിങ് ആയിട്ട്. ഈ ഒരു ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ വെക്കുകയാണെങ്കിൽ ഇവിടെ വളരെ അത്രയും ഒരു അഡ്വാൻസ് സാധനമാണ് ഈ കോട്ടിങ് വരുന്നത്. ഇതൊരു നിക്കൽ കോട്ടിങ് പോലത്തെ സംഭവമാണ് ഇത്. ഇത് നമ്മൾ നേരത്തെ കണ്ടേക്കുന്ന സെയിം മോഡൽ തന്നെ തോന്നുന്നു. അതിന് കുറച്ച് കളർ വ്യത്യാസം ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? അതെ, ഇത് സെയിം മോഡലെല്ലാം സെയിം തന്നെയാണ്. ബട്ട് കളറിൽ ഇതൊരു സ്പെഷ്യൽ ഒരു ആന്റിക് ബ്രൗൺസിന്റെ കളറാണ് ഇത്. ഇതിൽ 2 ടൈപ്പ്, ഒരു ബ്രൗൺസിന്റെ കളറും വരുന്നുണ്ട്, ഒരു ഗോൾഡൻ കളറും വരുന്നുണ്ട്. ഒരു മെറ്റാലിക് ഫിനിഷിംഗ് ഉണ്ടല്ലേ? ഇതൊരു മെറ്റാലിക് ആൻഡ് ആന്റിക് ബ്രൗൺസ് കളറാണ്, സ്പെഷ്യൽ കളറാണ്. ഇത് കുറച്ച് എക്സ്പെൻസീവ് ആണ്. ബട്ട് ഇത് ഇന്റീരിയലെല്ലാം മോസ്റ്റ്ലി ഇതാണ് ഇവിടെ കൂടുതൽ ആൾക്കാർ ഇഷ്ടപ്പെടുന്ന ഒരു കളർ.
ഇതിനെങ്ങനെയാ കോസ്റ്റ് എത്ര എങ്ങനെയാണ്? ഇതിപ്പം നമുക്ക് ഇതുപോലെ ഫാബ്രിക്കേഷൻ ചെയ്ത് വീട്ടിൽ കൊണ്ടുപോയിട്ട് അവിടെ ഇൻസ്റ്റലേഷൻ എല്ലാം കൂടി ആണെങ്കിൽ അറൌണ്ട് 750 rupees പെർ സ്ക്വയർ ഫീറ്റ് വരും. നിങ്ങൾ മെറ്റീരിയൽസ് സപ്ലൈ ചെയ്യാനാണ് അല്ലെങ്കിൽ നിങ്ങൾ നമ്മൾ മെറ്റീരിയൽ സപ്ലൈങ്ങിനുണ്ട്, ഇൻസ്റ്റലേഷൻ ഉണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. മെറ്റീരിയൽസ് മാത്രമാണെങ്കിൽ മെറ്റീരിയൽസ് മാത്രമാണെങ്കിൽ കോട്ടിംഗ് ഇല്ലാണ്ട് 350 rupees, വിത്ത് കോട്ടിംഗ് ആണെങ്കിൽ 450 rupees ആണ് വരുന്നത്. അതായത് ഈ കളർ പെർട്ടിക്കുലർ കളർ ഈ എക്സാക്ട്ലി ആന്റിക് ബ്രോൺസ് കളർ 450 rupees പെർ സ്ക്വയർ ഫീറ്റ്. പ്ലസ് നമ്മുടെ ഫ്രെയിമിംഗ് എല്ലാം വരും. അത് അഡീഷണൽ ആയിട്ട് വരും. ഫാബ്രിക്കേഷൻ, ഇൻസ്റ്റലേഷൻ, ഡെലിവറി ഇതെല്ലാം കൂടി അഡീഷണൽ കോസ്റ്റ്. അത് ഓരോ ഡിപ്പെൻഡ് ഓഫ് ദ ഇൻസ്റ്റലേഷൻ മെത്തേഡ് അതിനനുസരിച്ചിട്ട് പ്ലസ് മൈനസ് ആവും. ഇതിന്റെ സൈസ് എങ്ങനെ വരുന്നത്? ഈ സൈസ് നമുക്ക് വരുന്നത് 4 അടിയും 5 അടിയും വിടുത്താണ് വരുന്നത്. ലെങ്ത് ബേസ് നമുക്ക് 10 അടി, 20 അടി, 30 അടി, ഒരു 40 അടി വരെ നമുക്ക് മാക്സിമം ചെയ്യാം. നമ്മുടെ ഡിസൈൻ അനുസരിച്ച് മാറ്റം വരുത്തുകയും ചെയ്യാം. ഓഫ് കോഴ്സ് നമുക്ക് എല്ലാത്തിനും നമുക്ക് ഇതിന് ഓരോ ഡിസൈനും ചെറിയ ചെറിയ വേരിയേഷൻ ഉണ്ട്. പ്രൈസിൽ ചെറിയ ചെറിയ പ്ലസ് ആൻഡ് മൈനസ് വരും. ചെറിയ ഡിസൈൻ ആകുന്നവരും പ്രൈസ് കുറച്ച് കൂടും, ഡിസൈൻ കുറച്ച് വലുതാവുന്നവരും പ്രൈസ് കുറച്ച് കുറയും. ഈ മെഷ് ബെൻഡ് ചെയ്യാനായിട്ടും അത് കർവ് ഷേപ്പിലും ചെയ്യാനും പറ്റുന്നതാണ്. നമുക്കിത് ഏത് മോഡൽ വേണമെങ്കിലും ഏത് ഡിസൈൻ വേണമെങ്കിലും ചെയ്യാം. അതിന്റെ കൂടെ തന്നെ ഒരു കോർണർ പീസ് ആണെങ്കിൽ നമുക്ക് ഈ ഒരു ഷേപ്പിൽ ചെയ്തതിന് ഈ ഒരു ഡിസൈൻ വരും. കോർണർ ബെൻഡ് വരും. അതുപോലെ നമ്മുടെ വീട്ടിന്റെ കോളത്തിനൊരു റൗണ്ട് എക്സ്റ്റീരിയർ ആയിട്ട് ഒരു ഡിസൈൻ പർപ്പസ് ഇതുപോലെ റൗണ്ട് ബെൻഡിങ്ങും നമുക്ക് ചെയ്യാം. ഇതുപോലെ ഏത് ടൈപ്പ് ഓഫ് നമുക്ക് വേണമെങ്കിൽ ചെയ്യാൻ പറ്റും. നമ്മുടെ കമ്പനിയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഏത് പ്രോജക്റ്റും നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. അത് 3D 2D ഏത് ഡിസൈനായാലും നമുക്ക് ചെയ്യാനുള്ള ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. അതാണ് നമ്മളെ കമ്പനിന്റെ ഒരു പ്ലസ് പോയിന്റ്. കഴിഞ്ഞ 25 വർഷമായിട്ട് അങ്ങനെയാണ് നമ്മൾ കമ്പനി ഇത് ഓടിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇതുപോലെ എല്ലാ കോംപ്ലിക്കേഷൻ ആയിട്ടുള്ള ജോബും നമ്മൾ ഏറ്റെടുത്ത് അത് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. ഇത് ഒരു പുതിയൊരു ഡിസൈനാണ്. ഇതിന്റെ ഒരു കോട്ടിംഗ് എന്ന് പറഞ്ഞാൽ സ്പെഷ്യൽ ഒരു മെറ്റാലിക് ഗ്ലേസിംഗ്, സെപ്പറേറ്റ് ഒരു ഗ്ലേസിംഗ് വരുന്ന ഒരു ടൈപ്പാണിത്. സ്പെഷ്യൽ പൗഡർ കോട്ടിംഗ് ആണ്. ഇതും ഒരു നല്ല അഡ്വാൻസ്ഡ് സാധനമാണ്. അതുപോലെ കുറെ സാധനങ്ങളുണ്ട്. ഇതൊരു ആന്റിക് ഗ്രേ പൗഡർ കോട്ടിംഗ് ആണ്. പൗഡർ കോട്ടിംഗിൽ നമുക്ക് ഏത് കളറും ഏത് ഡിസൈനും എന്ത് വേണമെങ്കിൽ ചെയ്യാൻ പറ്റും. ഏത് ക്വാളിറ്റി നമുക്ക് 5 to 30 years വരെ ക്വാളിറ്റിയിൽ ഉള്ള സാധനം അവൈലബിൾ ആണ്. ബട്ട് അതിനനുസരിച്ചിട്ടുള്ള ചെറിയ ചെറിയ പ്രൈസിൽ വേരിയേഷൻ വരും. ഏത് കളറ് ഏത് പ്രൈസ് ഒന്നുമില്ല, എല്ലാം ഡിഫറെന്റ് ആയിട്ട് വരും. ഇത് നമ്മുടെ ഒരു ഗോൾഡൻ പൗഡർ കോട്ടിംഗ് ആണ് വരുന്നത്. ഇതും എല്ലാം ഇന്റീരിയറിലും എക്സ്റ്റീരിയറിലും എല്ലാം നമ്മൾ യൂസ് ചെയ്യാം. നമുക്ക് എല്ലാ പൗഡർ കോട്ടിംഗ് നമുക്ക് എക്സ്റ്റീരിയർ ഇന്റീരിയർ എല്ലാം യൂസ് ചെയ്യാം. GI, അലൂമിനിയം, കോപ്പർ, മൈൽഡ് സ്റ്റീൽ, ഗാൽവനൈസ്ഡ് സ്റ്റീൽ, സ്റ്റെയിൻലെസ് സ്റ്റീൽ എന്നിവയിലെല്ലാം ലഭ്യമാണ്. ഗ്ലോസി ഫിനിഷ്, മാറ്റ് ഫിനിഷ്, മെറ്റാലിക് ഫിനിഷ്, ആന്റിക് ഫിനിഷ്, ഗോൾഡൻ ഫിനിഷ് എന്നീ ഷെയ്ഡുകളിലും ഫിനിഷിംഗിലും ലഭ്യമാണ്. ഈ മെഷ് എന്ന കമ്പനിയെക്കുറിച്ച് കൂടുതൽ അറിയുവാനും പ്രൊഡക്ട്സിന്റെ മെറ്റീരിയൽസിനെ കുറിച്ചും റേറ്റിനെ കുറിച്ചും കൂടുതൽ മനസ്സിലാക്കാനുമായിട്ട് കമ്പനിയുടെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇതുപോലെയുള്ള ക്രിയേറ്റീവ് കാര്യങ്ങൾ കാണുവാനും മനസ്സിലാക്കാനും എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയറും ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.